ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ നിഷേധത്തിനെതിരെ മട്ടാഞ്ചേരി സബ് ട്രഷറി ഓഫീസിന് മുന്നിൽ നടന്ന സമരം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊച്ചി നിയോജക മണ്ഡലം അവകാശ നിഷേധത്തിനെതിരെ മട്ടാഞ്ചേരി സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. ധർണ KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. അവകാശ നിഷേധങ്ങൾക്കെതിരെ സംസ്ഥാന ഗവൺമെന്റിന്റെ നീതി നൽകാത്ത നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തീർത്തുകൊണ്ട് റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുന്ന ആളുകൾ ഇന്നലെകൾ വരെ കഴിഞ്ഞ 30 വർഷക്കാലം ഇവിടത്തെ ജനങ്ങൾക്ക് ഇവിടത്തെ ഗവൺമെന്റിന് വേണ്ട സേവനങ്ങൾ നൽകി മാന്യമായ രീതിയിൽ സർക്കാരിന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് റിട്ടയർമെന്റ് കാലയളവ് കഴിഞ്ഞിട്ട് അവർക്ക് ലഭിക്കുവാനുള്ള ക്ഷാമ കുടിശ്ശിക 7 ഗഡു 21% ക്ഷാമഗഡു അനുവദിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കടാശ്വാസമടക്കം പെൻഷൻ പ്രാബല്യത്തിന്റെ മുൻകാല വർധനവ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വർഷങ്ങളായി നീതി നിഷേധം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കണ്ണു തുറക്കുന്നതിന് വേണ്ടിയാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് ഈ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ മട്ടാഞ്ചേരി ട്രഷറിയുടെ ആസ്ഥാനത്തിന് മുമ്പിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കെതിരെ നിഷേധാത്മകമായ നിലപാടുകൾ വെച്ചു പുലർത്തുന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആശാ വർക്കർമാരുടെ സമരം നടക്കുകയാ. അതിന് തൊട്ട് സമീപത്തായി അംഗൻവാടി ടീച്ചേഴ്സിന്റെ സമരം നടക്കുകയാ. എന്തിന് നമ്മൾ കൂടുതൽ പറയുന്നു? പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കാലാകാലങ്ങളിൽ വിവിധ സർക്കാരുകൾ ക്ഷാമാശ്വാസവും 5 വർഷം കൂടുമ്പോൾ നടത്താറുള്ള പെൻഷൻ പരിഷ്കരണ നടപടികളും നടത്താത്തതിലും തടഞ്ഞുവെച്ച 3-4 ഗഡു ക്ഷാമാശ്വാസം വിതരണം ചെയ്യാതെ IAS IPS ജഡ്ജിമാർ PSC ചെയർമാനും മറ്റ് അംഗങ്ങളുടെയും ലക്ഷങ്ങളുടെ വർധനവ് നടത്തിയതോടെ അടിസ്ഥാന കർഷകരുടെയും തൊഴിലാളികളുടെ പാർട്ടി എന്ന അവകാശവാദം പൊളിഞ്ഞിരിക്കുകയാണെന്നും എവിടെയൊക്കെ തുടർഭരണം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ CPM ഇല്ലാതായിട്ടുണ്ടെന്നും അതിന് തെളിവാണ് റഷ്യയും ബംഗാളും ത്രിപുരയുമൊക്കെയെന്നും ആ ഗതി അടുത്ത വർഷം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടാകുമെന്നും അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. ചടങ്ങിൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KB ആന്റണി അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ജോർജ് തോമസ് സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TP ജാനേഷ് കുമാർ, KSSPA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷെയ്ഖ് പരീത് മുഖ്യ പ്രഭാഷണം നടത്തി. അബ്ദുൾ റഹ്മാൻ, KG രാമചന്ദ്രൻ, ജോസഫ് KA, K അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. AX ജോസഫ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.